ഇയാളെ പുറത്തുനിന്ന് കാണുമ്പോൾ സാധാരണ ആളെ പോലെ തോന്നും, പക്ഷെ അയാളുടെ ഉള്ളിൽ വേറൊരുത്തനായിരുന്നു. കാരണം അവൻ എന്തെങ്കിലും നല്ലത് ചെയ്യാൻ വിചാരിക്കുമ്പോൾ അപ്പോൾ അവന്റെ തലച്ചോറ് നെഗറ്റീവ് പറയും. രാവിലെ അലാറം അടിച്ചപ്പോൾ തലച്ചോറ് കൈകാലികളെ എണീപ്പിച്ച് അലാറം ഓഫ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് എല്ലാ അവയവങ്ങളെയും റെഡിയാക്കി. കുളിക്കാൻ കയറിയപ്പോൾ അയാൾ ഒരു പാട്ട് വെച്ചു. പാട്ട് കേട്ട് ഹൃദയം സന്തോഷത്തോടെ താളം പിടിച്ചു. ശ്വാസകോശം പോലും ചാടി കളിച്ചു. അപ്പോഴേക്കും തലച്ചോറ് വന്ന് പറഞ്ഞു, സോപ്പിൽ ചവിട്ടി മോന്തേ കുത്തി വീണാലോ, അല്ലെങ്കിൽ റേഡിയോ വെള്ളത്തിൽ വീണ് ഷോക്കേറ്റ് മരിച്ചാൽ എന്താ ചെയ്യുക? അത് കേട്ടതോടെ അയാൾ പാട്ട് ഓഫാക്കി. ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ ഒരു റെസ്റ്റോറന്റിൽ ആളുകൾ ചൂടോടെ ഫുഡ് കഴിക്കുന്നത് കണ്ടപ്പോൾ വയറ് പറഞ്ഞു, എനിക്ക് നല്ല വിശക്കുന്നു എന്ന്. അപ്പൊ തലച്ചോറ് പറഞ്ഞു, ഇപ്പൊ കഴിച്ചാൽ നീ വീപ്പക്കുറ്റി പോലെയാകും, പിന്നെ ചെറുപ്പത്തിൽ തന്നെ മരിക്കും. വിശപ്പ് ദേ പോണ പോക്ക് പോയി. അയാൾ കടപ്പുറത്ത് എത്തിയപ്പോൾ ഹൃദയം ആഗ്രഹിച്ചു, ഒരിക്കലൊന്ന് സർഫിംഗ് ചെയ്ത് നോക്കാമെന്ന്. തലച്ചോറ് ചിരിച്ചിട്ട് പറഞ്ഞു, നിന്നെ സ്രാവ് തിന്നാ എന്താ ചെയ്യാന്ന്. സർഫിങ്ങും അവിടെ തന്നെ കത്തം. ഒരു സ്റ്റൈലും കണ്ണട കണ്ടപ്പോൾ അവൻ അത് വാങ്ങാൻ വേണ്ടി പോയി. തലച്ചോറ് വീണ്ടും പറഞ്ഞു, ആളുകൾ നിന്നെ നോക്കി കളിയാക്കി ചിരിച്ചാലോ, അല്ലെങ്കിൽ വഴിയിൽ വല്ലതും തട്ടിയും വീണും മരിച്ച എന്താ ചെയ്യുക? അങ്ങനെ കണ്ണടയും വിട്ടു. അവസാനം ഹൃദയവും തലച്ചോറും തമ്മിൽ പൂരാടിയായി. അവസാനം രണ്ടും കൽപ്പിച്ച് ഹൃദയം പറഞ്ഞു, ബീച്ചിലേക്ക് തന്നെ പോവാം, എനിക്ക് ജീവിക്കണം. തലച്ചോറ് കാത്തി കയറി അങ്ങ് പറഞ്ഞു, ജോലിക്ക് പോയില്ലെങ്കിൽ കാശ് കിട്ടില്ലെങ്കിൽ തണുപ്പത്ത് കിടന്ന് മരിക്കും, അല്ലെങ്കിൽ നിനക്ക് പെണ്ണും കിട്ടില്ല. അതിൽ ഹൃദയം വീണു. അവസാനം അവൻ ബീച്ചിലേക്കല്ല ഓഫീസിലേക്കാണ് പോയത്.